എവ്രി വൺ. ICPയിൽ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ദ പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഏതൊരു രാജ്യത്തിനും ഒരു ഭരണഘടന ഉണ്ട് അല്ലേ? ആ ഭരണഘടന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റൂൾ ബുക്ക് പോലെയാണ്. സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആളുകൾക്ക് എത്രത്തോളം അവകാശങ്ങളുണ്ട്, എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ഇതൊക്കെ തന്നെ വിശദീകരിക്കുന്നത് ഈ ഭരണഘടനയിലാണ്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് കാലക്രമേണ എന്ത് ചെയ്യും, ഈ ഒരു റൂൾസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അമെൻമെൻറ്റ്സുകൾ ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ ഭരണഘടനയിൽ തന്നെ വിവരിച്ചിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയും. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ പോവേർട്ടി, ഇനെക്വാളിറ്റീസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ തന്നെ പ്രധാനമാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുന്നതിനുള്ള നിയമങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 അത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർഗങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ബൈ ദ സിമ്പിൾ മെജോറിറ്റി, സെക്കൻഡ് വൺ അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി, തേർഡ് വൺ അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റെറ്റിഫിക്കേഷൻ ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഈ 3 എണ്ണമാണ് അമെൻമെൻറ്റ്സ് നടത്താനുള്ള 3 മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അമെൻമെൻറ്റ് ബൈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷത്തിലൂടെ ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ വോട്ടെടുപ്പിലൂടെ, അതായത് പാർലമെൻറ്റിൻ്റെ വോട്ടെടുപ്പിലൂടെ ഭരണഘടനയുടെ ചില വ്യവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള പ്രക്രിയയാണ് അമെൻമെൻറ്റ് ബൈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ മാറ്റങ്ങളൊക്കെ കൂടി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. ഭൂരിപക്ഷം അംഗങ്ങളുടെ സാന്നിധ്യവും വോട്ട് മാത്രമേ ആവശ്യമുള്ളൂ. പുതിയ സംസ്ഥാനങ്ങളെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, സംസ്ഥാനത്തിൻ്റെ അതിർത്തികളൊക്കെ തന്നെ ക്രമീകരിക്കുക, ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നിർണ്ണയിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു രീതിക്ക് വിധേയമായിട്ടുള്ള മറ്റ് ഭരണഘടനാ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെഡ്യൂളാണ്. ആർട്ടിക്കിൾ 103 പാർലമെൻറ്റിൻ്റെ ക്വാറം എന്ന് പറയുന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 105 പാർലമെൻറ്റ് അംഗങ്ങളുടെ അധികാരങ്ങളും ആനുകൂല്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 11 പൗരത്വം നേടുന്നതും അവസാനിപ്പിക്കുന്നതിനും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 81 തിരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലങ്ങളിന് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭരണഘടനാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമെൻമെൻറ്റ് ബൈ ദ സ്പെഷ്യൽ മെജോറിറ്റീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതിക്കാണ് ഈ ഒരു അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. കൂടുതൽ കർശനമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിന് ആവശ്യം. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെയാണ് ഇത് ആരംഭിക്കുക. ബില്ല് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷത്തിൻ്റെയും ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന 3/2 അംഗങ്ങളുടെയും അംഗീകാരം ആവശ്യമാണ്. ഇരു സഭകളും എന്ത് ചെയ്യും, ഈ ബില്ല് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അത് പോവുകയും രാഷ്ട്രപതി സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലിൻ്റെ നിബന്ധനകൾക്ക് അനുസൃതമായിട്ട് ഭരണഘടനയിൽ മാറ്റം ഉണ്ടാവുന്നു. ഇതിൽ മൗലികാവകാശങ്ങളുടെ ഭാഗം 3 അതുപോലെ സ്റ്റേറ്റിൻ്റെ നയങ്ങളെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 ഈ ഒരു അമെൻമെൻറ്റ് ചെയ്യുന്നതിന് ഈ ഒരു രീതി ബാധകമാണ്. കൂടാതെ ആർട്ടിക്കിൾ 368 പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരാമർശിച്ചിട്ടുള്ള ഒരു സാധനങ്ങൾ ഒഴികെ ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭേദഗതി ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി എന്നാണ് ഇതിനെ പറയുന്നത്. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെയും ബില്ല് പാസ്സാവണമെങ്കിൽ ആ സഭയിലെ എല്ലാ അംഗങ്ങളും ഭൂരിപക്ഷത്തിൻ്റെയും ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന 3/2 അംഗങ്ങളുടെയും അംഗീകാരം ആവശ്യമാണ്. അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റെറ്റിഫിക്കേഷൻ ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭേദഗതിയും സംസ്ഥാനത്തിൻ്റെ നിയമസഭകളുടെയും അംഗീകാരം ഒക്കെ തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമതായിട്ട് ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും, അതായത് എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഹാജരായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭാഗമായിട്ടും പാസ്സാക്കുക. ഭേദഗതി പ്രമേയം എന്ന് പറയുന്നത് പാസ്സാക്കിയിട്ട് പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭകൾ അംഗീകരിക്കണം. അതായത് ഇത്ര ഒരു 6-7 സ്റ്റേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 3 അല്ലെങ്കിൽ 4 നിയമസഭകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടാവണം. ഈ അംഗീകാര പ്രക്രിയയ്ക്ക് ശേഷം മാത്രമാണ് ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അമെൻമെൻറ്റിന് ഭരണഘടനയുടെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് ഈ ഒരു രീതി ബാധകമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതായത് ഈ സ്പെഷ്യൽ നമ്മൾ പറഞ്ഞ പോലെ അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എവിടെയൊക്കെ ഭേദഗതി ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് രീതിയും, അതായത് ആർട്ടിക്കിൾ 54, 55 നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചിട്ട്, അതായത് ആർട്ടിക്കിൾ 73 ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ വ്യാപ്തി ആർട്ടിക്കിൾ 162 ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
യൂണിയൻ ജുഡീഷ്യറി, അതായത് 5-ാം ഭാഗത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റുകളുടെ ഹൈക്കോടതീസ് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ ബന്ധങ്ങളിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ 7-ാം സ്കെഡ്യൂളിലുള്ള ഏതെങ്കിലും ലിസ്റ്റുകളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പാർലമെൻറ്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നതും ഭരണഘടനാ ഭേദവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വ്യവസ്ഥകളെക്കുറിച്ചിട്ടും ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റെക്ടിഫിക്കേഷൻ ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ എന്താണ് ഈ ഒരു അമെൻമെൻറ്റ് പ്രോസസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിൽ അവതരിപ്പിക്കാം, ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലല്ല. അപ്പോൾ ഏത് സഭയിലും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ പറ്റും. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ഇല്ല. അതായത് പാർലമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി എന്ന് പറയുന്നത് ആവശ്യമില്ല. 2 സഭകളിലും വെവ്വേറെ പാസ്സാക്കും. അതായത് ഈ അമെൻമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബില്ല് എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും വെവ്വേറെ പാസ്സാക്കണം. അവർ തമ്മിലൊരു പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഓരോ ഘട്ടത്തിലും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ബില്ല് പാസ്സാക്കുന്ന ഓരോ ഘട്ടത്തിലും അവിടെ ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇത് മൊത്തം അംഗബലത്തിൻ്റെ 50% കുറയാൻ വേണ്ടി പാടില്ല. എന്നാൽ മാത്രമാണ് അമെൻമെൻറ്റ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ സ്റ്റേറ്റ് നിയമസഭകളുടെ അംഗീകാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്ന പോലെ ചില ആർട്ടിക്കിളുകളിലെ ഭേദഗതികൾ സ്റ്റേറ്റ് നിയമസഭകളിൽ പകുതിയെങ്കിലും പ്രമേയത്തിലൂടെ അംഗീകരിക്കണം. ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രപതിക്ക് അനുമതി തിരസ്കരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, പക്ഷേ അത് നൽകുന്നതിൽ നിശ്ചിത സമയപരിധി ഇല്ല. അതായത് രാഷ്ട്രപതിക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ബില്ല് വെച്ചുകൊണ്ട് ഒപ്പിട്ട് തരാം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഉടനടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും നിശ്ചിത സമയപരിധി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ടിരിക്കാനും രാഷ്ട്രപതിക്ക് കഴിയും. ഇനി എന്താണ് ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? പാർലമെൻറ്റിന് ഭേദഗതി അധികാരമുണ്ട്, അമെൻമെൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പാർലമെൻറ്റിന് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയും. പക്ഷേ അടിസ്ഥാന ഘടന, അതായത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതിന് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കേസുകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ലൈവ് സെഷൻസിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോലഖ്നാഥ് കേസ്, കേശവാനന്ദ ഭാരതി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗോലഖ്നാഥ് കേസ് 1967 നടക്കുന്നത്. ഭരണഘടനയുടെ 3-ാം ഭാഗമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ മാറ്റാൻ പാർലമെൻറ്റിന് കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഗോലഖ്നാഥ് കേസ് എന്ന് പറയുന്നത്. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് 1973 ഉള്ളായിരുന്ന കേസാണ്. ബേസിക് സ്ട്രക്ചർ, അതായത് അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താത്തിടത്തോളം കാലം പാർലമെൻറ്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന് ഈ ഒരു സുപ്രധാന കേസ് പറയുന്നുണ്ട്. അങ്ങനെ അടിസ്ഥാന ഘടനയുടെ ഘടകങ്ങൾ, അതായത് ജനാധിപത്യം, ഐക്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പ്രിയാമ്പിൾ പോലുള്ള പ്രധാന ഭാഗങ്ങൾ, ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും ജനങ്ങളുടെ അവകാശങ്ങളും സർക്കാരിൻ്റെ നിയമങ്ങളും ഇതൊക്കെ തന്നെ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അമെൻമെൻറ്റ്സുകൾ 1950 ആരംഭിച്ച ശേഷം ഭരണഘടനയിൽ 104 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടന എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അതൊക്കെ തന്നെ പരിശോധിക്കുകയും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും 2000 ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന ഘടനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ അവർ ഉറപ്പാക്കേണ്ടതുണ്ട്. മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സുകൾ ഇനി ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ കാരണം നമ്മുടെ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള കാലതാമസം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 1951 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിയമം താൽക്കാലികമായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ആർട്ടിക്കിൾ 15, 19, 85, 87, 174, 176, 341, 342, 372 എന്നിവ ഭേദഗതി ചെയ്യുകയും ആർട്ടിക്കിൾ 31A, 31B എന്നിവ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ചില നിയമങ്ങളൊക്കെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 246A പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലെ അധികാരങ്ങളാണ്. പാർലമെൻറ്റിനും സ്റ്റേറ്റിലെ നിയമസഭകൾക്കും GSTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അന്തർ സംസ്ഥാന വ്യാപാരവും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 269A അന്തർ സംസ്ഥാന വിതരണങ്ങളുടെ GST എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ചുമത്തുകയും സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ GST കൗൺസിലിൻ്റെ ശുപാർശയോട് കൂടിയിട്ട് അടിസ്ഥാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പിന്നെയും ഈ ഒരു പാർട്ടീഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപാരമായിട്ടാണ് ഇതിനകത്ത് കണക്കാക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 279A പറയുന്നത് GST കൗൺസിൽ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് GST കൗൺസിൽ രൂപീകരിക്കുന്നതും ഓരോ സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രം വിടാനും സ്ഥാനം ഒഴിഞ്ഞ ശേഷം വീണ്ടും പാർട്ടിയിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്.
10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ നിയമങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഷെഡ്യൂൾ പ്രകാരം അയോഗ്യതാ കാര്യങ്ങൾ കോടതികൾക്ക് ഇടപെടാൻ വേണ്ടി കഴിയില്ല. ആർട്ടിക്കിൾ 102, 191 ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 191 പറയുന്നത് സ്റ്റേറ്റ് നിയമസഭകൾക്കും കൗൺസിലുകൾക്കും ഒക്കെ തന്നെ ബാധകമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഇതിന് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഭേദഗതികൾ എന്ന് പറയുന്നത് എപ്പോഴും വിവാദമാണ്. ഇത് നിയമസഭാ അംഗങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുമെന്നാണ് വിമർശകർ പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ ജനാധിപത്യത്തിൻ്റെയോ അടിസ്ഥാന ഘടനയോ അതൊന്നും ലംഘിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കിഹോട്ടോ, ഹോളോഹോൺസൺ വേഴ്സ് സ്കിൽഹൗ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നത് 1992 ഒരു സുപ്രീം കോടതി കേസ് ഭേദഗതി ശരിവെക്കുകയാണ്. പിന്നെ അയോഗ്യത സർക്കാരിൻ്റെ നിലനിൽപ്പിന് നിർണായകമായിട്ടുള്ള വോട്ടുകളിലൂടെയൊക്കെ തന്നെ അല്ലെങ്കിൽ അംഗങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ടത് ഓരോ പാർട്ടിയുടെയും കാതലായിട്ടുള്ള രീതിയിലൊരു കാര്യമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പരിമിതപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് 86th അമെൻമെൻറ്റ് ആക്ട് 2002 കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പറഞ്ഞ അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു അറിവിലേക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഈ പറയുന്ന 86th അമെൻമെൻറ്റ് ആക്ട് 2002 എന്ന് പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ ജസ്റ്റ് കേട്ട് വെച്ചാൽ മതി, വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി പഠിക്കേണ്ടത് ഇവിടെ മുതലുള്ള ഭാഗമാണ്. 86th അമെൻമെൻറ്റ് ആക്ട് 2002 എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. 2002 ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയിലാണ് ആർട്ടിക്കിൾ 21A ചേർത്തത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ആവശ്യപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് മൗലിക അവകാശമാക്കി മാറ്റാണ് ഇതിനകത്ത് ചെയ്യുന്നത്. സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. അതുപോലെ കുട്ടികളുടെ പ്രവേശനം, ഹാജർ, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കൽ എന്നിവയിൽ സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് നിയമം ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തെക്കുറിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രവൃത്തി ദിവസങ്ങൾ, അധ്യാപകരുടെ യോഗ്യത എന്നിവയ്ക്കായിട്ട് സ്കൂളുകൾ നിർദ്ദിഷ്ട മാനദണ്ഡം പാലിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അധ്യാപക നിയമങ്ങളിൽ നഗരഗ്രാമ അസന്തുലിതാവസ്ഥ പാടില്ല നിയമനം അനുശാസിക്കുന്നുണ്ട്. ഇനി പലതരത്തിലുള്ള നിരോധനങ്ങളുണ്ട്. അതായത് ശാരീരിക ശിക്ഷയും മാനസിക പീഡനവും കുട്ടികൾക്ക് നൽകരുത്, പ്രവേശനത്തിനുള്ള സ്ക്രീനിങ് നടപടിക്രമങ്ങൾ, ക്യാപിറ്റേഷൻ ഫീസ് അതായത് പ്രവേശനത്തിലുള്ള സംഭാവനകളൊന്നും വാങ്ങരുത്, അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പാടില്ല, അംഗീകാരമില്ലാത്ത സ്കൂളുകൾ നടത്തുന്നത് പാടില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് കുട്ടിയുടെ മൊത്തത്തിലുള്ള വികാസത്തെ പിന്തുണയ്ക്കണമെന്നും ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ അതായത് ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നൊക്കെ തന്നെ കുട്ടികൾ മുക്തമായിരിക്കണമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാവർക്കും സമഗ്ര വിദ്യാഭ്യാസം നൽകണം. സ്കൂളുകൾ അതായത് സ്വകാര്യ സ്കൂളുകൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെയും പിന്നോക്ക വിഭാഗങ്ങളിലെയും കുട്ടികൾക്കായിട്ട് 25% സീറ്റുകൾ സംവരണം ചെയ്യുമെന്നും ഇതിനകത്ത് സർക്കാർ സ്കൂളുകൾ പണം തിരികെ നൽകുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ സമഗ്ര വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ട്. പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ അതായത് SMCs എന്ന് പറയും, പങ്കാളിത്ത ജനാധിപത്യവും ഭരണമൊക്കെ പ്രോത്സാഹിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിന് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ഓരോ സ്കൂളിനും ഓരോ SMC ഉണ്ടാവണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ പരാതികളൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു നിയമം കൊണ്ട് ഇന്ത്യയെ വിദ്യാഭ്യാസത്തോടുള്ള ഒരു അവകാശം അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവകാശ അധിഷ്ഠിതമാണ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലേക്ക് മാറ്റുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും സുഗമമാക്കാനുമായിട്ടുള്ള പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിലേക്ക് ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വിവേചനം പാടില്ല, വിദ്യാർത്ഥികൾക്ക് ഉപദ്രവത്തിൽ നിന്നുള്ള സംരക്ഷണം നൽകണമെന്ന് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് 86th അമെൻമെൻറ്റ് ആക്ട് 2002 എന്ന് പറയുന്നത്. ഇനി 101ാമത്തെ ഒരു അമെൻമെൻറ്റ് ആക്ട് ഉണ്ട്, 101st അമെൻമെൻറ്റ് ആക്ട് 2016. അത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2016 പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 101ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് GST ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് GST അവതരിപ്പിച്ചു. ഒരു സുപ്രധാന നികുതി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെയാണ് പറയുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. ആർട്ടിക്കിൾ 246A എന്ന് പറയുന്നത് കൺകറൻറ്റ് അതുപോലെ മറ്റു കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.